നോമിനേഷനിൽ ഫേക്ക് കോംബോ എന്നുള്ളൊരു ടേം ബിഗ് ബോസ് പറഞ്ഞപ്പോൾ സത്യത്തിൽ ശ്രീതു ഞെട്ടിപ്പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ബിഗ് ബോസിനകത്ത് അങ്ങനെയൊക്കെ പറയൂ, അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജെന്യുവിൻ ആണെന്നൊന്നും ആരും പറയില്ല. നോമിനേഷനിൽ നന്ദന പോയിട്ട് ഫേക്ക് കോംബോ എടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ബിഗ് ബോസ് ഈ പേരുകൾ അനൗൺസ് ചെയ്ത സമയത്ത് അത് ലൈവിൽ കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ച സമയത്ത് ഈ ഫേക്ക് കോംബോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീതുവിൻ്റെ പേര് പറഞ്ഞത്. ആക്ച്വലി ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ അവിടെ ഒരു കോംബോ പിടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? രണ്ടുപേർക്കും അത് അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങളുടെ കോംബോയുണ്ട്. വൈൽഡ് കാർഡുകളിലൂടെയും അതുപോലെ റസ്മിനിലൂടെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞതാണ് നിങ്ങളുടെ കോംബോ പുറത്ത് അത്യാവശ്യം ഹിറ്റാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോംബോ അതുകൊണ്ട് തന്നെ ചർച്ചയാവും. അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാം ഫേക്കായിട്ടേ തോന്നുള്ളൂ. ഇനി നിങ്ങൾ റിയൽ ആയിട്ട് പ്രേമിച്ചാൽ പോലും അത് ഫേക്ക് എന്നേ അവർ പറയൂ. കാരണം ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഇതൊരു ഗെയിമാണ്. അപ്പം അതുകൊണ്ട് അതിൽ കരയാൻ മാത്രമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിനകത്ത് അങ്ങനെ അധികം കരഞ്ഞിട്ടുള്ള ഒരാളെ അല്ല ശ്രീതു. അപ്പോൾ അതുകൊണ്ട് തന്നെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെന്യുവിനായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫീൽ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ പറഞ്ഞത്. അർജുൻ ശ്രീതു കോംബോ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ജെന്യുവിനുമാകാം ഫേക്കുമാകാം. കാരണം ബിഗ് ബോസ് ആണ്. ചിലപ്പോൾ നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കോംബോ പിടിച്ച് പോകുന്നതാണെങ്കിലോ. അപ്പം അങ്ങനെ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ അതിൽ കരയേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ്. ആരും ആരെയും അവിടെ നിർത്താൻ വേണ്ടിയല്ല, പുറത്താക്കാൻ വേണ്ടിയായിരിക്കും നോക്കുക.